ഗുഡ് മോർണിംഗ് ആര്യൻ, സുഖമല്ലേ എല്ലാവർക്കും? രാവിലെ തന്നെ എന്താണ് ഓൺ വോയിസ് എന്ന് വിചാരിക്കല്ലേ. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സാറ്റർഡേ അല്ല, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പണിയില്ലെന്നല്ല, എനിക്ക് പണിയുണ്ട്. തുണി അലക്കാനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ചോറ് വെക്കണം. രാവിലെ നല്ല വിശപ്പ്. ഇവിടെ 2 ബിസ്ക്കറ്റ് ഇരുന്ന് ആ ബിസ്ക്കറ്റും കഴിച്ച് പച്ചവെള്ളവും കുടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളൊക്കെ 2 പറയണമെന്ന്. നിങ്ങളുടെ എല്ലാ ഉദ്ദേശം എന്തോ? എൻ്റെ എല്ലാ വീഡിയോയിലും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്, പ്ലീസ് എന്നെ ഒന്ന് ഫോളോ ആക്കണേ. മനസ്സാക്ഷിയില്ല ഒറ്റ ഒരെണ്ണത്തിനും. നിൻ്റെയൊക്കെ കണ്ടിൽ ഉറുമ്പ് കടിക്കത്തേ ഉള്ളൂ. എന്നെ ഒന്ന് ഫോളോ ആക്കി. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ എന്നെ ഒന്ന് ഫോളോ ആക്കിക്കൂടെ? ആ ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ തീർന്നു, നിങ്ങളുടെ പണി കഴിഞ്ഞു. പിന്നെ തന്നെ നിങ്ങളുടെ പേജിൽ എൻ്റെ വീഡിയോസ് വന്നോളും. അപ്പം ചുമ്മാ അതിരുന്ന് കണ്ടാൽ പോരെ. പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇങ്ങനെ ഇരുന്ന് തള്ളി മറിക്കാൻ മാത്രമേ അറിയൂ. നിങ്ങളെല്ലാം കൂടെ മനസ്സ് വെച്ചാൽ ഞാനും നല്ലൊരു യൂട്യൂബർ ആകില്ല. എൻ്റെ ഒരു ആഗ്രഹമാണ് നല്ലൊരു യൂട്യൂബർ ആകുക എന്നുള്ളത്. പിന്നെ എനിക്ക് ഫോളോവേഴ്സ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ കരഞ്ഞ് കാല് പിടിക്കുന്നതെന്നൊന്നും നിങ്ങൾ വിചാരിക്കല്. എനിക്ക് ഫോളോവേഴ്സൊക്കെ ഉണ്ട്. നോക്ക്, 147 ഫോളോവേഴ്സ് ഉണ്ട്. അത് ഞാൻ സ്വന്തമായിട്ട് സമ്പാദിച്ച ഫോളോവേഴ്സാണ്. ഞാൻ പറഞ്ഞിട്ടും പറയാതെയും എൻ്റെ ഫോളോവേഴ്സ് ആയവരാണ് അവർ. അവർക്കെല്ലാം ഒരു ബിഗ് താങ്ക് യു എല്ലാവർക്കും, എൻ്റെ ഫോളോവേഴ്സിന്. പക്ഷെങ്കിലേ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസ് എത്രയെന്ന് ചോദിച്ചാൽ 5, 6, 7, 10 ഒക്കെയാണ്. ഈ 147 പേരും കാണാത്തതും കൊണ്ടല്ലേ? മോശമല്ലേ? കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് സമയമില്ലാത്ത സമയം ഞാൻ ഉണ്ടാക്കി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കാണണ്ടേ? നിങ്ങളെയൊക്കെ വിചാരിച്ചിട്ടല്ലേ ഞാനത് ഇടുക. അതിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളുണ്ട്. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും വന്ന് കണ്ട് എനിക്ക് ലൈക്ക്, കമൻറ്റ്, ഒരു ഷെയറും ചെയ്യും. എൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടി, എൻ്റെ ആതിരക്കുട്ടി. അവൾ മാത്രം കൃത്യമായിട്ട്. ഞാൻ ഒത്തിരി പണിയുള്ള കുട്ടിയാണ്. അവളുടെ കുട്ടികളെ നോക്കണം, മറ്റ് കാര്യങ്ങൾ നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ പണിയല്ല. 3 മക്കളുണ്ടേ. ആ 3 കുഞ്ഞു മക്കളെ നോക്കണം. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഓള് സമയം കണ്ടെത്തി എൻ്റെ ചാനൽ കണ്ട് അതിന് ലൈക്കും ഷെയറും ചെയ്തിട്ടേ അവൾ പോകും. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റി ഉണ്ട്, എൻ്റെ അഖിലക്കുട്ടി. അവൾ നല്ല സപ്പോർട്ട് കേട്ടോ. അങ്ങനെ എടുത്ത് പറയത്തക്ക 3-4 പേരുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നത്. ഞാൻ പറയാതെ കാണുന്നത്. ബാക്കി ഒറ്റ ഓർമ്മ പറയത്തില്ല. ഞാൻ തന്നെ എൻ്റെ വേറൊരു മൊബൈലിൽ നിന്നും, പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്ന അവരൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ മൊബൈലിൽ നിന്നും ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലെടുത്ത് ഞാൻ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഞാൻ തന്നെ കമൻ്റ് ഇടേണ്ട ഒരവസ്ഥയാണ്. സത്യമായിട്ട് നടക്കുന്ന സംഭവം കേട്ടോ ഞാൻ പറയുന്നത്. ഇത് ശരിയാണോ? വലിയൊരു യൂട്യൂബറാകാൻ കൊതിച്ച് വന്ന ചെറിയൊരാളുടെ അപേക്ഷയായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ഫോളോ ആക്കി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കമൻറ്റ് ഇട്ട് പോയാലെന്താ? പ്ലീസ്, എൻ്റെ അനിയത്തിയുടെ മോൻ പറയുന്നിട്ട് പ്ലീസ് ഒന്ന് സഹായിക്കുമോ? പറ്റുന്നവരെന്നെ ഒന്ന് ഫോളോ ആക്കണം. ഫോളോ ആക്കി കഴിഞ്ഞാൽ ഞാൻ വലിയ യൂട്യൂബറൊക്കെ കഴിഞ്ഞാൽ നല്ല നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഇപ്പം എൻ്റെ തള്ളു കേക്ക് എനിക്കറിയില്ല അതുകൊണ്ട്. അപ്പം താങ്ക് യു, ബൈ ബൈ, താങ്ക് യു സോ മച്ച്.